എടാ മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലിബൻ 100 കോടി അടിക്കും, കൺഫേം ആയി ഏകദേശം. ഏകദേശം. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിത് 100 കോടി അടിക്കുന്ന മുൻകൂട്ടി പറയാൻ കാരണം പറ്റുന്നില്ല. ഈ ഒരു മോഹൻലാൽ സിനിമ, അതായത് മലയക്കോട്ടെ വാലിബന് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ബഹിഷ്കരിക്കുന്നു. എന്ത് കാരണത്തിനാണെങ്കിലും ആ പ്രത്യേക വിഭാഗം ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മളെ ഹിറ്റാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് അതിന്റെ. അതെ, ഏത് പടം ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഇനിയിപ്പോ അത്യാവശ്യം ആവറേജ് സിനിമ ആണെങ്കിൽ കൂടി ആ സിനിമ കയറി കൊളുത്തു. അങ്ങനത്തെ ഒരു പ്രത്യേക ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ. അപ്പൊ ഒരു ക്ഷണം വന്നു, അതെ, അതിന് പോയില്ല, പല കാരണങ്ങളിലും പോവാതിരിക്കാം. അതൊരു സൂപ്പർ താരമാണ്, വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആളുടെ ഒരു സൂപ്പർ താരമാണ് പോവുക. ഇത് ഞങ്ങള് ഇവര് ബഹിഷ്കരിച്ചോണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടം വരും. ഇവര് 10 പേര് കാണാതിരുന്നാണ്ട്. അതെ, ഇത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇഷ്ടംപോലെ ആൾക്കാരെ ആരാധിക്കുന്ന ആൾക്കാരുടെ കൂടെ അവരെ സിനിമകൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഒരു പാടാണ്. കാരണം ഈ ഒടിയൻ ഇറങ്ങുന്ന സമയത്ത് ഒടിയൻ ഹർത്താലിനാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. കാരണം അത്രയും മാറ്റാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അന്ന് തന്നെ സിനിമ റിലീസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴേ പറഞ്ഞ പോലെ ആളുകള് ഞങ്ങൾ ബഹിഷ്കരിക്കും, അതാണെന്നൊക്കെ പറഞ്ഞു. അവര് ബഹിഷ്കരിച്ചു. എന്തുണ്ടായി? ഫസ്റ്റ് ഡേ കളക്ഷൻ തൂത്തുവാരി. അതുവരെ ഉണ്ടായിരുന്ന സകല റെക്കോർഡുകളും ആദ്യ ദിവസം ആ സിനിമ തൂത്തുവാരി. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമക്ക് സംഭവിക്കാൻ പോണത്. കാരണം ഈ ഒരു സിനിമ കാണാതെ ഇരിക്കുന്ന ആളുകൾ പോലും ഇവരുടെ ബഹിഷ്കരണം കാണാൻ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ ക്ഷണം കിട്ടി പോയില്ല. നമുക്കിപ്പോ ഓരോരോ ആളുകളും അതെ പോവാതിരുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവും. കാരണം അതൊരു ശാരീരിക പ്രശ്നങ്ങളാവാം, ചിലപ്പോ വേറെ എന്തെങ്കിലും ജോലി. കാരണം ഒരുപാട് സിനിമകള് നമ്മള് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ജോലി സ്ഥലത്താണ്, വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നു. അല്ല, വേറെ വിറ്റ് ഇവരുടെ മെയിൻ അടവാണ്. ഒരു 2 ദിവസം 3 ദിവസത്തെ ഗ്യാപ്പിൽ പോയി വരാവുന്ന ഒരു സ്ഥലം അവര് പോവാത്തതിന് ഒരു പ്രശ്നവും ഇല്ല ആളുകൾക്ക്. ഈ മോഹൻലാൽ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകുന്ന ഒരു കംപ്ലീറ്റ് ഏതെങ്കിലും കാലത്ത് ഒരു പടം കിട്ടിയാ കിട്ടി. അയാളാണെങ്കിലോ ഈ ഒരു ടീമിനെ വിറ്റിട്ട് ജീവിക്കുക. അത് മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഇല്ലാത്ത ആൾക്കാരായി പോലും. അപ്പൊ ഈ ഒരു സിനിമ 100 കോടി കളക്ഷൻ നേടും എന്നുള്ള കാര്യം കൺഫേം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു സിനിമ ആദ്യ ദിവസം കളക്ഷൻ. ലിയോ ആണ് ഇപ്പൊ നിലവിലുള്ള ഫസ്റ്റ് ഡേ കളക്ഷൻ ഫസ്റ്റ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് 12 കോടി തോന്നുന്നു പടത്തിന്. അത് 655 സ്ക്രീൻ ഉണ്ട്. പിന്നെ പക്ഷെ ഇത് വാലിബിന് 600 മേലെ സ്ക്രീൻ ഏകദേശം ആ റേഞ്ചിൽ സ്ക്രീൻ. പിന്നെ പടം അന്ന് ഒരു പോസിറ്റീവ് സാധനം വന്നു കഴിഞ്ഞാല് എന്തായാലും എക്സ്ട്രാ ഷോ ഇടാത്ത. അതിന് പുറമെ സാധാരണ ഷോ ഈ പറഞ്ഞ പോലെ ട്രെയിലറിന്റെ ഹൈപ്പ് കൂടിയപ്പോ 6 മണിക്ക് തന്നെ സാധാരണ നോർമൽ ഷോ ഇടുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പിന്നെ ഈ ഒരു സിനിമ ഇപ്പൊ ഏകദേശം ലിയോന്റെ അതേപോലെ തന്നെ രാവിലെ ഷോ തുടങ്ങി അത്ര സ്ക്രീനും കിട്ടി. അപ്പൊ ആ 2 കാര്യം ഓക്കെ. പിന്നെ ഉള്ളത് അഡീഷണലി രാത്രി വരുന്ന ഷോ, നൈറ്റ് ഷോ. അതായത് ഈ എന്തായാലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇടും. കാരണം തിരക്കുണ്ടാവുമല്ലോ, ആളുകൾ ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വിജയിന്റെ കയ്യിൽ നിന്ന് ആ റെക്കോർഡ് നൈസ് ആയിട്ട് മോഹൻലാൽ വാങ്ങും. മലയാളികളുടെ ഇവിടുത്തെ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ തമിഴ്നാട്ടില് ഉള്ള റെക്കോർഡുകളെല്ലാം തമിഴ്നാടന്മാരെ പേരിലായിരിക്കും. നമ്മുടെ ഇവിടെ മാത്രമാണ് അന്യഭാഷ നടന്മാര് വന്നിട്ട് റെക്കോർഡ് അടിച്ചോളൂ. ഇപ്പൊ KGF ആണെങ്കിലും ശരി, ലിയോ ആണെങ്കിലും ശരി. ഇതിപ്പോ ഈ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ലാലേട്ടന്റെ പേരിലേക്ക് റെക്കോർഡ് അത് ചാൻസ് അല്ല. അത് ബഹിഷ്കരണം ഉള്ളതുകൊണ്ട് മിക്കവാറും സാധനം നമ്മുടെ ലാലേട്ടന്റെ കയ്യിലുണ്ട്. കാരണം ബഹിഷ്കരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാനും എന്റെ കമന്റ്സുകൾ വിറ്റ് ഇനി മുതൽ ഞാനും എന്റെ ഫാമിലിയും ലാലേട്ടന്റെ സിനിമ തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ സിനിമ ടിവിയിലും മൊബൈലിലും ഒന്നും കാണില്ല. പടം കാണാനല്ല, തിയേറ്ററിൽ പോയി കാണാൻ. വേറെ കമന്റ് ഉണ്ട്, ഫസ്റ്റ് ദിവസം എന്തായാലും ഞങ്ങൾ കാണില്ല, ഫസ്റ്റ് ദിവസം കണ്ടില്ല, 2ാം ദിവസം കാണുമ്പോൾ പൈസ തന്നെയല്ലേ. അപ്പൊ അതാണ്, അത്ര ബുദ്ധി പോലും ഇല്ലാത്ത ടീമാണ്, അത്ര ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ. വേറെ വിചാരം അത് ബഹിഷ്കരിച്ച അതവിടെ ഇതാവും, പിന്നെ കോപം വരും. പിന്നെ അല്ല ഞങ്ങള് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ കാണാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ബഹിഷ്കരണം ഇന്ത്യ സിനിമ ലോകം ഒന്നാം കണ്ടിട്ടുള്ള. നിങ്ങളുടെ ബഹിഷ്കരണം കാരണം വമ്പ ഹിറ്റുകൾ അവിടെ മലയാള സിനിമ കിട്ടിയിട്ടുള്ളത്. അതെ, പ്രശ്നം. അപ്പൊ ബഹിഷ്കരിക്കൂ, എല്ലാ പടം ബഹിഷ്കരിക്കും മാത്രം പ്രൊഡ്യൂസർമാർ രക്ഷപ്പെടില്ല. നിങ്ങളുടെ ബഹിഷ്കരണം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ മൊത്തം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട്. സിനിമ റിലീസ് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു പക്ഷെ അത് എന്തുകൊണ്ടാ പോവാതിരുന്നെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് മനഃപൂർവ്വം പോകാൻ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യല്ലേ. പിന്നെ എല്ലാവരും അവരവരുടെ ആ ഒരു കാര്യത്തിന് വേണ്ടി നിലനിൽപ്പുള്ള ഈ
മറ്റുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ. അങ്ങനല്ലേ ശരിക്കും വേണ്ടത്. അവരവരെ നിലനിൽപ്പ് എന്താണോ അത് നോക്കി അവനവന്റെ കാര്യം എന്താണോ അതിന് തന്നെ ഏറ്റവും വലിയ വാല്യൂ ഉള്ളത്. അതിനപ്പുറം ഒന്നുമില്ല. ആ കാര്യം ആലോചിച്ച് അത് ആലോചിച്ച് ചിലപ്പോ ആള് ചിലപ്പോ വിചാരിച്ചോ ഈ ഒരു പടം നേരത്തെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോ സൈഡ് അല്ലെങ്കിൽ പോവാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവരെന്തായാലും ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ പടം വിജയിക്കും. എന്താണ് കാര്യം നടന്നിട്ടുണ്ട്. ബിസിനസ് മാൻ ആണെങ്കിൽ ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അത് തന്നെയായിരിക്കും. സെറ്റാണ്, സെറ്റാണ്, പുള്ളിയാണ്. അപ്പൊ ഏതായാലും സിനിമ ഇറങ്ങാൻ ആകെ 1-2 ദിവസം കൂടി ഉള്ളൂ. നമ്മള് സിനിമ ഫാൻഷോയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ബഹിഷ്കരിച്ച ടീമിനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ബഹിഷ്കരിച്ച എല്ലാ സാധനം ഇന്ന് വരെ വമ്പ ഹിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പടം വമ്പ ഹിറ്റിലേക്ക് പോട്ടെ. അതെ, അപ്പൊ എന്നാ ബൈ ബൈ.